ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി നേരിട്ടൊക്കെ കണ്ടിട്ട് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ വൈകിയത്. അപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് തിരക്കാരണം ഇപ്പം എല്ലാവരുടെയും വീഡിയോ ഓരോന്നോരോന്നോരൊക്കെ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട എന്താ കാണാത്തതൊന്നും. പയ്യെ എല്ലാവരുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ കണ്ടു തീർക്കും. അപ്പോൾ കുറച്ചൊക്കെ കമൻസൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത് നിറം കിട്ടണ ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ നേരം കിട്ടിയില്ല, അങ്ങനെയുള്ളവരൊക്കെയാണ് പെട്ടെന്നൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുക ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. പിന്നെ അതുകൂടാണ്ട് ഞാൻ പോണ്ടിച്ചേരി പോയ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുഖം എത്ര ഡാർക്ക് സ്കിന്നാണെങ്കിലും നല്ല അടിപൊളി സ്കിൻ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട, ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഹണി ഒഴിക്കണം. ഉണ്ടോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ തൈര്. അപ്പോൾ തൈര് നമ്മൾ കുറച്ച് അധികം എടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീര്. അപ്പോൾ പകുതി ചെറുനാരങ്ങ എടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് ആഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ തേനിട്ട് ചെറുനാരങ്ങ നീരൊഴിച്ച് തൈരിട്ട്, ഇനി നമുക്കിതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എന്താ പറയുക, അരിപ്പൊടി ഡൈല്യൂട്ട് ചെയ്യാനുള്ള തൈര് നമുക്ക് ഇതിലോട്ടാക്കാം. അതാണ് ഞാൻ തൈര് കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്നത് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലില്ലേ, അതാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോകാൻ റെഡിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തിളക്കമായിരിക്കും മുഖത്തിന്. അപ്പോൾ നമ്മുടെ
എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് മുഖത്തോട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതാണേ, പഞ്ചസാര പൊടിച്ചതാണത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ദേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാണ്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്താണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിട്ടിട്ട് ഒന്ന് പയ്യെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ പൊടിച്ച പഞ്ചസാര ഇടണം കേട്ടോ. അങ്ങനെ തന്നെയുള്ള പഞ്ചസാര ഇടരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിടുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരട്ടി കഴിയുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും. ഇപ്പം പെട്ടെന്ന് നല്ല കളർ വെക്കാൻ പറ്റിയത് ഏറ്റവും നല്ല അടിപൊളി ഇരുതാണ്. അപ്പം ഞാനാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം യാത്രയിലൊക്കെ ആയിരുന്നു, പോണ്ടിച്ചേരിയിലൊക്കെ പോയിരുന്നു പറഞ്ഞില്ലേ. അപ്പം നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വൈഫൈ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ശരിയാക്കി ഒന്നൊക്കെ കഴിഞ്ഞപ്പം നമ്മളത് കടന്നു പോകുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മളവിടെ താമസിച്ചത് തന്നെ, വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാമല്ലോ നമുക്ക്. പക്ഷേ നമുക്ക് വീഡിയോ ഞാൻ ഒരെണ്ണം എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആരും എന്താ കാണാത്തതെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരുടെയും ഞാനിപ്പോൾ ഇന്നലെ കുറേ പേരുടെ കണ്ട് കമൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് ബാക്കി ഇരുന്ന് കാണണം. അപ്പോൾ അതിപ്പോൾ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേളിലോട്ട് നല്ല കട്ടിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്. അപ്പം ഞാൻ മാലയൊക്കെ കുളി കഴിഞ്ഞിട്ട് മാലയൊന്നും ഇട്ടിട്ടില്ല. ഞാനിത് ഫേസ് പാക്ക് ഇടുന്നതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോയി ഒന്ന് മുഖമൊക്കെ ആകപ്പാടെ ഇതായിട്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം ആലോചിച്ചത്. നമ്മുടെ കഴുത്തിലോട്ടും കൂടി ഇട്ട് കൊടുക്കാം. എല്ലായിടും ആയിട്ടുണ്ടേ. 20 മിനിറ്റ് കൂടുതൽ നമ്മൾ ആരും വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ. ആ 20 മിനിറ്റിൻ്റെ ഇതേ ഉള്ളൂ നമ്മുടെ മുഖത്ത് പിടിക്കണമെങ്കിൽ. അത്ര നേരം മതി. അല്ലാണ്ട് കുറേ നേരമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ നല്ല കട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ ഒഴുകി. അപ്പം ഞാൻ പോണ്ടിച്ചേരി പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നത് ഒരു ഇതിലാണേ, അസൂൾ ട്രാവൽസ് എന്ന് പറഞ്ഞ് ഇതിലാണ് പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. നല്ല അടിപൊളി ഇതായിരുന്നു. എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിനേലും നല്ല എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് സുഖം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ തലയ്ക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. വേറെ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡൽഹിക്ക് പോയപ്പം എനിക്ക് ഫ്ലൈറ്റിൽ പോയത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണ്, ഡൽഹിയിലൊക്കെ ചെന്നിട്ടാണ് എണീറ്റത് തന്നെ. എന്തോ അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെറിയതായിട്ട് തലയ്ക്ക് ഒരു ഇതുണ്ടാവും,
പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്കത് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ ട്രെയിനിന് പോകണമാണ് ഇഷ്ടം. പിന്നെ ബസ്സിന് പോകണം പറ്റത്തില്ല. ബസ്സിന് പോകണമെങ്കിൽ നമ്മൾ മരുന്നൊക്കെ കഴിക്കണം. പക്ഷേ എനിക്ക് ഈ ബസ്സിൽ കയറിയിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ കയറിയപ്പോൾ തന്നെ നമ്മൾ കിടക്കണേണ്. അപ്പോൾ ഇരുന്ന് നമ്മളിങ്ങനെ പോകുമ്പോഴുള്ള തലക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് തലേദിവസം 5 മണിക്ക് കയറി പിറ്റേ ദിവസം ഇവിടെ 8 മണിയായപ്പോൾ നമ്മൾ കോട്ടയത്ത് വന്ന്. അപ്പോൾ നല്ല എന്താ പറയണ, നമുക്ക് ചെറിയൊരു 2 ബെഡ്. അപ്പം ഞാനും ചേട്ടൻ കൂടിയാണ് കിടന്നത്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, AC ആണ്. അപ്പോൾ ഇവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. പിന്നെ പോണ്ടിച്ചേരി ട്രിപ്പാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അവിടെ കാത്തുമ്പുള വന്ന്, അപ്പോൾ അവളെ ഒന്ന് കാണാൻ പറ്റി. പിന്നെ 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു വെച്ച്. പിന്നെ അവളെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ തലേദിവസം ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ട്. അപ്പോൾ അവൾക്കിടെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അവരുടെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് പുള്ളിക്കാരി അങ്ങ് ഡൽഹിക്ക് പോയി. ഞങ്ങൾ അന്ന് തന്നെ വൈകിട്ട് ബസ്സിന് കോട്ടയത്തിനോട്ടും പോകുന്നു. അപ്പോൾ അവിടുത്തെ ബീച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടല്ലോ, പക്ഷേ ഇത് നല്ല അടിപൊളി ബീച്ചാണ്. ഞങ്ങളവിടെ നിന്ന എല്ലാ ദിവസവും ഞങ്ങൾ ബീച്ചിൽ പോയി വൈകിട്ട്. അത്ര രസമാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഇതൊന്നുമില്ല കേട്ടോ, പെർമിഷനൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് നമുക്ക് കാണുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ എന്നാൽ തന്നെ ഞാൻ പറഞ്ഞില്ല, മൊബൈൽ പോലും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാം. അത്ര കാറ്റടിച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു സ്ഥലം. അപ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ബീച്ചിൽ കയറാണ്ടൊക്കെ പോരരുതേ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഞാൻ ആ ബസ്സിൽ കയറിയ ഇതൊക്കെ കുറച്ചൊക്കെ വീഡിയോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം പിന്നെ ഞാനിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ്, അപ്പം ഞാൻ എപ്പോഴും കാണിച്ചു തന്നെ പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് മുഖമൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് പാർലറിലൊക്കെ പോകാണ്ട് വെളുക്കണമെങ്കിലുള്ള ഒരു മാർഗമാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കളർ കിട്ടും കേട്ടോ മുഖത്ത്. അപ്പം നമുക്ക് ഓരോ ഫേസ് പാക്ക് ഇടുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് നല്ല എല്ലാവർക്കും ലൈവായിട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫങ്ഷന് പോകാൻ റെഡി ആകണ നേരം 20 മിനിറ്റ് മുമ്പ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ആർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ നേരമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടിപ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാകാം. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാം. ഇപ്പോൾ കണ്ട എല്ലാവർക്കും മനസ്സിലായില്ലേ, നല്ലതായിട്ട് വെളുത്തില്ലേ മുഖം. ഒന്നും കൂടി ഞാൻ കുളി കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ക്രീമൊക്കെ ഇടുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഇടുന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടാണ് കുളിയും കഴിഞ്ഞിട്ട് ഇതിടാൻ വേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കണ്ടാൽ നമുക്ക് നല്ല നമ്മൾ ക്രീം ഇട്ട ഒരു എഫക്റ്റ് ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞാനിങ്ങനെ പോണ്ടിച്ചേരിക്ക് പോയ കുറച്ച് ഭാഗങ്ങൾ അതും കൂടി കാണിക്കുന്നുണ്ടേ. അപ്പോൾ കാത്തുമോളെ ഞങ്ങൾ ചെന്നൈയിൽ എയർപോർട്ടിൽ ചെന്നു. അവിടെ നിന്നാണ് ഫ്ലൈറ്റിന് കയറ്റി വിട്ടത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ അസൂൾ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല സൗകര്യമായിരുന്നേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. ട്രെയിനും ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ കയറിയപ്പോൾ ഫ്ലൈറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ തലക്ക് എന്താ പറയുക, ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് അത്രക്ക് ഒരു ഇഷ്ടമായില്ല. ബസ്സിലായിരുന്നു എനിക്ക് എപ്പോഴും കുഴപ്പം. ബസ്സിൽ ഇരുന്നാൽ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ്, ഇപ്പോൾ ഫ്ലൈറ്റിൽ പോയാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയ ഫ്ലൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഈ ബസ് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടം വരെ കിടന്നാണ് പോയത്. അതായത് ചെന്നൈയിൽ നിന്ന് തുടങ്ങി കോട്ടയം വരെ ഇരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. സ്ലീപ്പർ ആയതുകൊണ്ട് നമുക്ക് ഫുൾ അവിടം വരെ കിടന്നു പോകാം, ഒരു കുഴപ്പമില്ല, ഛർദ്ദിക്കലും ഇല്ല, ഒന്നുമില്ല. അപ്പം ഈ ബസ് നമ്മളെപ്പോഴും ഓരോ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണ കാണാം ഓരോ ബസ്, പക്ഷേ അതിൻ്റെ അകമൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ കയറിയപ്പോഴാണ് എല്ലാ സൗകര്യവും നമുക്കുണ്ട് ഇതിൽ കയറി പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഛർദ്ദിക്കുമോ എന്നുള്ളവരൊക്കെ ആണെങ്കിൽ സ്ലീപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് സ്ഥലത്തൊക്കെ ചെന്നെത്താം. അപ്പം ഇതിപ്പോൾ രാത്രിയായേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊച്ചു റൂമിൽ കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. കർട്ടനൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈവസി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 8 മണിക്കാണ് കേട്ടോ കോട്ടയം വരികയും ചെയ്തത്. പിന്നെ ബാഗ് വെക്കാനും മൊബൈലും ഒക്കെ വെക്കാനായിട്ട് നല്ല സ്ഥലവും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര AC കാരണം ഒടുക്കത്തെ തണുപ്പായിരുന്നു. പിന്നെ ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതുകൊണ്ട് ഇവിടെ കോട്ടയം എത്തിയത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. അത്ര നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ പിറ്റേ ദിവസം നേരമൊക്കെ വെളുത്തു, നമ്മുടെ കോട്ടയമൊക്കെ എത്താറായി. അപ്പോൾ ഞങ്ങൾ ബാഗ് നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ വേറൊരു ഹാൻഡ് ബാഗൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് റെഡിയായി നമ്മൾ ബേക്കർ ജംഗ്ഷൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അപ്പം റെഡിയായിട്ടൊക്കെ ഇരിക്കാനാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ ചേട്ടൻ ഷൂസും ഒക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ്, അസൂൾ ട്രാവൽസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ അവരെടുത്ത് തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.